ഫയർക്രാക്കർ, കോറൽ പ്ലാന്റ്, കോറൽ ഫൗണ്ടൻ, റസ്ലിയ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വളരെ ഭംഗിയുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ നേർത്ത ഇലകളോട് കൂടിയൊരു ചെടിയാണിത്. ഇലകൾ മാത്രമായി നിൽക്കുമ്പോഴും ഭംഗിയാണ്. ഈ ചെടിയിൽ സാധാരണ റെഡും അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള പൂക്കളാണ് കാണാറുള്ളത്. എൻ്റെ കയ്യിലും ഈ രണ്ട് കളറാണുള്ളത്. ഒരു ഫയർ വർക്ക് ഷോനെ അനുസ്മരിപ്പിക്കുന്നത് പോലെയുള്ള പൂക്കളാണ്. അതുകൊണ്ടായിരിക്കാം ഫയർ ക്രാക്കേഴ്സ് എന്നുള്ളൊരു പേരും. സൂപ്പർ ഭംഗിയാണ് ഈ ചെടിക്ക്, പൂവിനും ഇലകൾക്കും. ഇതിൻ്റെ ഏത് ഭാഗം മണ്ണിൽ തട്ടുന്നോ അവിടെ ഇതിൻ്റെ റൂട്ട്സ് ഫോം ചെയ്യും. ഇങ്ങനെ പുതിയ ചെടി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ ചുറ്റും പുതിയ തൈകൾ തനിയെ ഉണ്ടായി വരികയും ചെയ്യും. ഇതിന് നീർവാർച്ചയുള്ള മണ്ണ് ആവശ്യമാണ്. പക്ഷേ ഏത് സോയിൽ ടൈപ്പിലും വളരും. സാൻഡി ആയാലോ സാധാരണ മണ്ണായാലോ ചരളുള്ളതോ ഒന്നും തന്നെ ഇതിന് പ്രശ്നമില്ല. നമ്മൾ ചെടി നടുമ്പം അടിവളമായിട്ട് ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ചെടികളെയൊക്കെ പോലെ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണോ മണ്ണിൽ തട്ടുന്നത് അവിടെ ഇതിന് റൂട്ട്സ് ഫോം ചെയ്യും. അവിടെ നിന്ന് വേറൊരു ചെടിയായിട്ട് തന്നെ വളരും. മാത്രമല്ല ഇതിൻ്റെ ചുറ്റും തനിയെ തൈകൾ മുളച്ചു വരികയും ചെയ്യും. അപ്പം പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ കടക്കിൽ നിന്ന് നമുക്ക് ചെറിയ കുഞ്ഞു ചെടികളെ അടർത്തിയെടുത്ത് മാറ്റി നടാവുന്നതാണ്. ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം ഫുൾ സൺലൈറ്റാണ്. നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല പൂക്കളുണ്ടാവും. പിന്നെ ഇതിന് അപ്രൈറ്റായിട്ട് നിൽക്കാനുള്ളൊരു കഴിവില്ല. എല്ലാം കൂടി ചാഞ്ഞ് ചെരിഞ്ഞങ്ങ് വീഴും. അപ്പം നമ്മൾ മതിലിൻ്റെ മുകളിലെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് കാസ്കേഡിങ് പോലെ നിൽക്കുന്നത് കാണാൻ ഭംഗിയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് കൊടുക്കണം. ഒരു വടിയോ മറ്റോ വെച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിർത്തണം. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചെടി ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഒരു പാർട്ട് ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ തട്ടിയിട്ട് അവിടെ നിന്ന് വന്നൊരു ചെടിയാണ്. അത് എങ്ങനെയും വലിച്ചിട്ട് കിട്ടുന്നില്ല, അത്രയേറെ റൂട്ട്സ് താഴേക്ക് പോയിരിക്കുകയാണ്. ഇനി നനയുടെ കാര്യം പറയാം. നല്ല വൈബ്രൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ദിവസവും നന കൊടുക്കുക. മെച്ചുവേർഡായ പ്ലാന്റ് ആണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുഞ്ഞു ചെടിയാണെങ്കിൽ ദിവസവും മണ്ണ് മോയിസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദിവസവും നന കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനെ നിലത്തും വെച്ച് പിടിപ്പിക്കാം, പോട്ടിൽ വെക്കാം. പോട്ടിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ടൈപ്പ് പോട്ട് എടുക്കണം. കാരണം ഇത് ഒരു നീളത്തിൽ മാത്രമല്ല ഒരു വീതിയും കൂടി വരുന്ന ഒരു ചെടിയാണ്, നിറയെ സ്റ്റെംസ് വന്നിട്ട്. അപ്പോൾ പോട്ടിൽ വെക്കുകയാണെങ്കിൽ ഇതിനെ പ്രൂൺ ചെയ്ത് ഭംഗിയാക്കിയിട്ട് വയ്ക്കാം. നിറയെ ശാഖകൾ വരും. ആ ശാഖകളിൽ മുഴുവൻ പൂക്കളും ഉണ്ടാകും. ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ചെടിയാണിത്. കിടശല്യം ഒന്നും തന്നെ ഇല്ലയെന്ന് പറയാം. എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മീലി ബഗ്സിൻ്റെ ഇതാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സോപ്പ് വാട്ടർ ലായനിയോ അല്ലെങ്കിൽ നീം ഓയിൽ സ്പ്രേയോ കൊണ്ട് നമുക്കതിനെ തടഞ്ഞു നിർത്താം. പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ പുതിയ സ്റ്റെംസ് വരും, പുതിയ ഇലകൾ വരും. അതിൽ നിറയെ പൂക്കളും ഉണ്ടാവും. അപ്പോൾ നിറഞ്ഞ് പൂത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺലൈറ്റിൽ വെക്കണമെന്ന് നിർബന്ധമാണ്. ഈ ഒരു ചെടി ഗാർഡനിലുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് നല്ല ലൈവായിരിക്കും. കാരണം കുഞ്ഞു പക്ഷികൾ ഇതിൻ്റെ തേൻ കുടിക്കാൻ വരും. അതുപോലെ ബട്ടർഫ്ലൈസ് അട്രാക്റ്റഡ് ആവും. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ചെടിയാണിത്. കാരണം ഇത് ലോ മെയിൻ്റനൻസ് ആണ്. സൺലൈറ്റും വെള്ളവും ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഹാപ്പി ഗാർഡനിങ്.